സാക്ഷാൽ മെസ്സിയും അർജന്റീനയും കേരളത്തിലെത്തുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഫുട്ബോൾ ആരാധകർ. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറത്താണ്. മലപ്പുറത്ത് പെരുന്നാളും വിഷുവും ക്രിസ്മസും എല്ലാം തന്നെ ഒരുമിച്ച് വന്നൊരു സന്തോഷത്തിലാണ് ഈ ഫുട്ബോൾ ആരാധകരുള്ളത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എന്താ പറയാനുള്ളത്? മെസ്സി അർജന്റീനയൊക്കെ വരാമെന്ന് പറയുന്നത്. മെസ്സി വരുന്നതിൽ കേരളത്തിൽ വളരെ സന്തോഷമുണ്ട്. നമ്മൾ കുറേ കാലമായിട്ട് കേൾക്കുന്നു മെസ്സി കേരളത്തിലേക്ക് എന്ന് പറയാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഏറ്റവും നല്ല ഫുട്ബോൾ ഫാൻസുള്ള കേരളത്തിലാണ് എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മെസ്സി പോലും ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിലേക്ക് കേരളത്തിലേക്ക് വരുമെന്ന് പറയാൻ ഇവിടുത്തെ മുഴുവൻ ഫുട്ബോൾ പ്രേമികൾക്കും അതൊരു നല്ല മുതൽക്കൂട്ടായി. കാരണം ഒരു കളി, മെസ്സിൻ്റെ ഒരു കളി കാണാൻ അല്ലെങ്കിൽ അർജന്റീന ഒരു കളി കാണാമെന്ന് പറയുന്നത് അർജന്റീന ആരാധകരെ സംബന്ധിച്ച് വളരെ സന്തോഷം നിറഞ്ഞൊരു സമയമാണ്. എന്തായാലും അടിപൊളിയായിരിക്കും. വലിയൊരു സ്വീകരണം തന്നെ ആയിരിക്കും അല്ലേ? പിന്നെ മലപ്പുറം കുലുങ്ങും. വളരെ ഉഷാറായിട്ട് നമ്മളെല്ലാ ഫാൻസരും ഒത്തൊരുമിച്ചുകൊണ്ട് തന്നെ മെസ്സിക്ക് എല്ലാ സ്വീകരണം കൊടുക്കും. അദ്ദേഹത്തൊന്ന് കാല് കുത്തിയാൽ വളരെ സന്തോഷം. ആരാധക നിലയിൽ വളരെ ഹാപ്പിയാണ്. കൊച്ചിയിലായിരിക്കും കളി എന്നാണ് പറയുന്നത്. മലപ്പുറം മൊത്തം കൊച്ചിക്ക് അങ്ങ് പോകേണ്ടി വരുമോ? കൊച്ചി ആയിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പയ്യനാട് ആകെ 20,000 പേർക്ക് കപ്പാസിറ്റി ഉള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊച്ചിനായിരിക്കും. മറ്റൊന്നുമില്ല, 2011 അർജന്റീന ഇന്ത്യയിലോട്ട് വരുന്നത്. അത് കൊൽക്കത്തയാണ്. നമുക്കറിയാം, കൊൽക്കത്തയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രൗണ്ട്. അതിൽ പോലും ശരിക്കും ഒരു കപ്പാസിറ്റി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ കൊച്ചി തന്നെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടുവരേണ്ടി വരും. മാത്രമല്ല, കൊച്ചി എന്ന് പറഞ്ഞാൽ ശരിക്കും അത് കൊച്ചി ആവില്ല, അതൊരു മലപ്പുറമായിരിക്കും. മലപ്പുറം സാഗരമായിരിക്കും കൊച്ചിനെ. ഇപ്പോൾ നമ്മൾ ഈ പ്രീമിയർ ലീഗ് തന്നെ നമുക്ക് കാണാൻ പറ്റും. കൊച്ചിയും മലപ്പുറം എന്നുള്ള കളിക്ക് ഞാൻ നേരിൽ കണ്ട വ്യക്തിയാണ്. ആകെ 20% കൊച്ചിക്കാരുള്ളൂ. അവിടെ മലപ്പുറത്തെ ബാക്കിയുള്ള 70% ആളുകളും. അപ്പോൾ കൊച്ചി മിക്കവാറും അത് മലപ്പുറമായിട്ട് മാറും. മലപ്പുറം ഒരു സാഗരം അവിടെ തകർക്കേണ്ടി വരും. കാരണം ഇനിയിപ്പോൾ കേരളത്തിലിപ്പോൾ എവിടെ വെച്ച് കളി വരികയാണെങ്കിലും നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളത് നോക്കേണ്ടി വരും. എന്തായാലും ലൈവ് നമ്മൾ ടി വിയിലും കണ്ടിട്ട് നമ്മൾ ആഹ്ലാദിക്കേണ്ടി വരും. എന്താണെങ്കിൽ അർജന്റീന ഫാനൊന്നും അല്ല, പക്ഷേ ആഘോഷം തന്നെയാണോ? ഹോളണ്ട് ഫാനാണ്. പക്ഷേ അർജന്റീന പോലെ ടീം നമ്മുടെ നാട്ടിൽ വന്ന് കളിക്കാറുള്ളത് നമുക്ക് അഭിമാനമുള്ള കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വേൾഡ് ചാമ്പ്യന്മാരാണ്. ഞങ്ങൾ ടീം മോശമൊന്നുമല്ല, പക്ഷെ നമ്മൾ ഭാഗ്യമില്ലാത്ത ടീമാണ്. അർജന്റീന മെസ്സിയൊക്കെ ഇവിടെ നാട്ടിൽ വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. വന്നു കഴിഞ്ഞാൽ എന്തായാലും മലപ്പുറമായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാകുക. മലപ്പുറം തന്നെ ഫുട്ബോളിനെ മെക്കയുള്ളൂ. അതുകൊണ്ട് 80% ആളുകളും മലപ്പുറത്തായിരിക്കും. ഏത് ടീം വരുന്നു എന്നുള്ളതല്ല, ഫുട്ബോളാണ് ഇവിടുത്തെ വിഷയം. ഫുട്ബോളിനോടാണ് നമ്മൾ കൂടുതൽ അതായത് ഏത് ടീമെന്നല്ല. ഇപ്പോൾ ഞങ്ങൾ തന്നെ ഫ്രണ്ട്സാണെങ്കിൽ തന്നെ 2 ടീം കളിക്കുകയാണെങ്കിൽ കളി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഒന്നായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഫുട്ബോൾ. എന്താ പറയാനുള്ളത്? വളരെയധികം സന്തോഷം നമുക്ക്. ഇങ്ങനെ അർജന്റീന ടീം വേൾഡ് കപ്പ് നേടിയ ടീം നമ്മളെ കേരളത്തിൽ വരുമ്പോൾ അതിനുപരി മെസ്സിനെ കാണാൻ പറ്റിയൊരു സന്തോഷത്തിലാണ് നമ്മൾ. മെസ്സിനെ നേരിട്ടൊന്ന് കാണണം, അതാണ് നമ്മൾ മെയിൻ ആഗ്രഹം. രണ്ട് മത്സരമാണ് അർജന്റീന ഇവിടെ നിന്ന് കളിക്കാൻ പോകുന്നത്. അത് ഏഷ്യയിലെ നമ്പർ 1 ടീമായ ഒന്ന് ജപ്പാനായിരിക്കും, മറ്റേത് ഏതാണെന്നുള്ളത് ഔദ്യോഗികമായിട്ട് വെളിപ്പെടുത്തില്ല. മിക്കവാറും നമ്പർ 1 ടീമായിട്ടുള്ള ജപ്പാൻ തന്നെ ആയിരിക്കും ഒരു ടീം. അത് മാത്രമല്ല, ഇപ്പോൾ തന്നെ ഞങ്ങൾ അർജന്റീന വാട്സപ്പ് ഗ്രൂപ്പിൽ ഓൾറെഡി 4-5 ബസ് ബുക്കായിട്ടുണ്ട് അങ്ങോട്ട് പോകാൻ, കൊച്ചിയിലോട്ട് പോകാനുള്ള. ഓൾറെഡി ഞങ്ങളുണ്ട് പറഞ്ഞിട്ട് ഓൾറെഡി രജിസ്ട്രേഷൻ ഇപ്പോൾ തുടങ്ങി. ഒരു വർഷം ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ ഇതിന് മുമ്പ് ഒരു 5-6 മാസം മുമ്പാണ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ച് ഇങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത്. അന്ന് തന്നെ നമ്മൾ ഫ്ലക്സുകളും ഭാരവാഹികളൊക്കെ ഇതൊക്കെ ആയിട്ട് ബാനറുകളൊക്കെ ആയിട്ട് ഞങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് ഇതിൻ്റെ ഒരു ക്ലാരിറ്റി വന്നപ്പോൾ ഇന്ന് തൊട്ടന്നെ രജിസ്ട്രേഷൻ തുടങ്ങി. ഏകദേശം ഒരു 4-5 ബസ്സിനുള്ള ആളുകൾ ഇപ്പം തന്നെ ആയിട്ടുണ്ട്. 5 ബസ് ഇപ്പോൾ തന്നെ ഫുള്ളായി. 5 ബസ് ഇപ്പോൾ ഫുള്ളായി. ഏകദേശം 5 ബസ്സിനുള്ള 100-300-250 ആൾക്കാർ ഇപ്പോൾ ഓൾറെഡി ആയിക്കഴിഞ്ഞു. ടിക്കറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ബുക്കായിട്ടുണ്ട്. വേൾഡിൽ ഫ്ലക്സിൽ നമ്മൾ വേൾഡ് കപ്പിൽ ഫ്ലക്സിൽ മാത്രം കണ്ട ഒരു ഇതിഹാസത്തെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റാമെന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും സന്തോഷം തന്നെ. ശരിക്കും പറഞ്ഞാൽ 70,000 ഇരിക്കുന്ന കാണികളിലേക്കാൾ കൂടുതൽ കാണികൾ അവിടെ എത്തും. അതിൽ ബിഗ് സ്ക്രീനിൽ വെച്ചിട്ടൊക്കെ പുറത്ത് പ്രൊജക്ടർ വെച്ചിട്ടൊക്കെ ചെയ്യേണ്ടി വരും. അത്രത്തോളം കാണികൾ അവിടെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒറ്റ പ്രതീക്ഷയോടെ കാണുന്നതാണ് ഈ മത്സരങ്ങളൊക്കെ. അത് മെസ്സിൻ്റെ മത്സരം നേരിട്ട് ഒരു ആരാധകൻ എന്ന രീതിയിൽ നേരിട്ട് മത്സരം കാണാനുള്ള ഒരു അവസരം തന്ന പിന്നെ സ്വാഭാവിക സർക്കാരിന് നന്ദി പറയുകയാണ്. കാരണം എല്ലാ ഫുട്ബോൾ ഫാൻസ് അസോസിയേഷൻ്റെയും ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല മികച്ച കളിക്കാരൻ കേരളത്തിൽ വന്ന് കളിക്കാമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും അതൊരു മുതൽക്കൂട്ടാവും. സ്വാഭാവികമായും ഇവിടുത്തെ ഫുട്ബോളിലേക്ക് ആളുകളിൽ ആകർഷണം ഒന്നും കൂടി വരും. കാരണം കളിക്കാർ സ്വാഭാവികമായിട്ടും ഫുട്ബോൾ പ്ലേയേഴ്സ് അതുപോലെ തന്നെ ചെറിയ കുട്ടികളിലേക്ക് ഫാൻസിലേക്ക് ഇത് എത്തിപ്പെടും. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ട്രെൻഡ് ഒരു ഫുട്ബോളും ക്രിക്കറ്റുമായി വ്യത്യാസം വരുന്ന ഒരു ഫുട്ബോളിലേക്ക് കേരളം ഏറ്റവും കൂടുതൽ അടുക്കുന്നതായിട്ട് നമുക്ക് കാണപ്പെടാം. ഇത്തരം രീതികൾ കൊണ്ടാണ്. ഓക്കെ, ഈ ഔദ്യോഗികമായിട്ട് മന്ത്രി പ്രഖ്യാപിച്ചിട്ട് 2 മണിക്കൂർ മാത്രമേ കഴിഞ്ഞുള്ളൂ. 2 മണിക്കൂർ ആയപ്പോഴേക്ക് മലപ്പുറത്ത് നിന്ന് മാത്രം 5 ബസ്സുകൾ ഇപ്പോൾ തന്നെ ബുക്കായി കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ആരാധകർ വ്യക്തമാക്കുന്നത്. ഏതായാലും വലിയൊരു ആഘോഷമാക്കി മാറ്റാൻ തന്നെയാണ് ഫുട്ബോൾ ആരാധകരുടെ തീരുമാനം. ക്യാമറമാൻ അബിദ് കല്ലയ്ക്കൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം.